വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നിരോധിച്ച ആദ്യത്തെ പുസ്തകം ഏതാണെന്ന് പറയാമോ? പ്രേമലേഖനം. അതായത് ബഷീറിന്റെ ആദ്യത്തെ പുസ്തകം തന്നെയാണ് നിരോധിച്ച ആദ്യത്തെ, അല്ല, അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യത്തെ പുസ്തകം തന്നെ. പിന്നീട് അശ്ലീലം കലർന്നു എന്ന പേരിൽ ബഷീറിന്റെ ഒരു പുസ്തകം പാഠപുസ്തകമാക്കിയപ്പോൾ വിവാദം ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ EMS മന്ത്രിസഭയിൽ ജോസഫ് മുണ്ടശ്ശേരിയുടെ കാലത്ത് ബഷീറിന്റെ ഒരു ഗ്രന്ഥം ഉപപാഠപുസ്തകമാക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു വിവാദമുണ്ടായി. ഏതാണെന്ന് പറയാമോ? ഭഗവത്ഗീതയും കുറെ മുലകളും. അല്ല, എന്റെ ഉപ്പുപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു. ഏതാ? അതെ, എന്റെ ഉപ്പുപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു എന്നുള്ള കൃതി തന്നെയായിരുന്നു. സ്ത്രീകളുടെ തലയിൽ നിലാവെളിച്ചമാണ് വളരെ പ്രശസ്തമായ ഒരു പ്രയോഗമാണ്. നിഷാന് പറയാവോ? ഏത് പുസ്തകത്തിലാ? പാത്തുമ്മേന്റെ ആടല്ല, പാത്തുമ്മയുടെ ആട്. എന്താ? കുറച്ചാണ് മലബാറിലെ പാത്തുമ്മയുടെ ആട് ശരിയായ ഉത്തരവാണ്. അടുത്തൊരു ചോദ്യം മമ്മയുടെ ഒക്കെ ചോദിച്ചിട്ട് വരാം. ചോദ്യം, ഷെറിൻ രഹിൻ എസ് ഹരീഷ്, കോട്ടയംകാരൻ കൂടിയായ പ്രശസ്തനായ എസ് ഹരീഷിന്റെ ഒരു നോവൽ. ആ നോവലിൽ വൈക്കം മുഹമ്മദ് ബഷീർ ഗുസ്തിക്കാരനായിട്ട് ഒരു കഥാപാത്രമായിട്ടൊക്കെ വരുന്നുണ്ട്, ബഷീറായിട്ട് തന്നെ. ഏതാണ് ആ നോവൽ എന്ന് പറയാമോ? ഏതാ? ഓഗസ്റ്റ് 17 ശരിയായ ഉത്തരവാണ്. എങ്കിൽ ഷെറിനോടൊരു ചോദ്യം. ഇത്തവണത്തെ ബഷീർ പുരസ്കാരം കിട്ടിയത് എസ് ഹരീഷിനാണ്. ഏതാണ് ആ നോവൽ? പട്ടുനൂൽ പുഴു ശരിയായ ഉത്തരവാണ്. വീണ്ടും നിങ്ങളോട് ചോദ്യം. അതായത് വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹം ഈ പ്രേമലേഖനത്തിന്റെ നിരോധനത്തിനൊക്കെ ശേഷം സജീവമായി കേരളത്തിൽ സജീവമാകുന്ന സമയത്താണ് പുന്നപ്ര വയലാർ സമരം നടക്കുന്നതും പിന്നീട് സർ CP-യുടെ ആശയം വരുന്നു. എന്താ? അമേരിക്കൻ മോഡൽ. അപ്പോൾ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന് പറഞ്ഞ സമരമൊക്കെ വരുന്നു. ആ സമയത്ത് സർ CP-ക്കെതിരെ ബഷീർ എഴുതിയൊരു പുസ്തകമുണ്ട്. ഏതാന്ന് പറയാം? പട്ടത്തിന്റെ പേക്കിനാവുകൾ ശരിയായ ഉത്തരവാണ്. പട്ടം താണ് പിള്ളയാണ് അവിടെ പട്ടമായിട്ട് വരുന്നത്. ശരിയായ ഉത്തരവാണ്. ഓക്കെ, അങ്ങനെയുള്ള അടുത്ത മറ്റൊരു ചോദ്യത്തിലേക്ക്. നിഷാൻ റെഡിയാണോ? അല്ല, ആർ യു റെഡി? എങ്കിൽ ഇതാ വരുന്നു. കുഞ്ഞിപ്പാത്തുമ്മ വാതിൽ തുറന്നപ്പോൾ, അടച്ചിട്ട മുറിയുടെ വാതിൽ തുറന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ വെളിച്ചത്തിന് എന്ത് വെളിച്ചം. എന്താ ഡയലോഗ്? ആരാണ് പറഞ്ഞത്? പുസ്തകം ഏതാന്ന് മനസ്സിലായല്ലോ. ഏതാ? എന്റെ ഉപ്പുപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു. നിസാർ അഹമ്മദ് അല്ല. അതെ, ആരാ? സൈനുൽ ആബിദീൻ. ആരാ? നിസാർ അഹമ്മദിന്റെ പിതാവ് കോളേജ് പ്രൊഫസർ കൂടിയായ സൈനുൽ ആബിദീൻ ആയിരുന്നു കേട്ടോ. ഓക്കെ, എന്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണല്ലോ. ആ കഥയിൽ, ആ നോവലിൽ ആരാണ് എന്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കഥാപാത്രം? കുഞ്ഞിത്താച്ചുമ്മ അല്ലെ? വട്ടനടിമയുടെ ഭാര്യ, ആനമക്കാരന്റെ മകളുടെ മകൾ എന്ന് പറയുന്നത് കുഞ്ഞിപ്പാത്തുമ്മയുടെ ഉമ്മ കൂടിയായ കുഞ്ഞിത്താച്ചുമ്മയാണ് കേട്ടോ. അത് ഓർത്തു വെക്കുക, കുഞ്ഞിത്താച്ചുമ്മയാണ് പറയുന്നത്. ഓക്കെ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വീടിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ബേപ്പൂരെ വീടിന്റെ പേര് വയലാലിൽ വീടാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം തലയോലപ്പറമ്പിൽ പുതുതായിട്ട് പണിത വീടിന്റെ പേര് അസ്കർ കോട്ടേജ് എന്നായിരുന്നു. ഓക്കെ, ശരി. എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക്. എന്റെ ഉപ്പുപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു എന്നുള്ള ബഷീറിന്റെ പുസ്തകം, അത് ഒരു നാടകമാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അത് നാടകമാക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ആദ്യമായിട്ട് കോഴിക്കോടേക്ക് പോകുന്നത്. കോഴിക്കോട് പോകുന്ന ബഷീർ ചന്ദ്രകാന്തം എന്ന വീട്ടിലാണ് താമസിക്കുന്നത്. അന്ന് ബഷീർ കോഴിക്കോട്ടുകാരനായിട്ടില്ല. ആ ചന്ദ്രകാന്തം എന്ന് പറയുന്നത് വളരെ പ്രശസ്തനായ ഒരു മലയാള സാഹിത്യകാരന്റെ വീടാണ്. ഏതാ? ആരാ? SK പൊറ്റക്കാട്. കോഴിക്കോട് എന്ന് പറഞ്ഞാൽ കോഴിക്കോടിന്റെ കഥാകാരൻ SK പൊറ്റക്കാടാണ്. തെരുവിന്റെ കഥാകാരൻ, മിഠായി തെരുവിൽ കണ്ടിട്ടുണ്ട്. ശരിയാണ്. എങ്കിൽ അടുത്ത് ചോദിക്കട്ടെ. ബഷീർ ഒരാളെ വിളിക്കുന്നതാണ് നൂൽ മാസ്റ്റർ അല്ലെങ്കിൽ നൂൽ വാസു എന്നൊക്കെ. ബഷീർ MD-യെ പരിചയപ്പെടുമ്പോൾ MD-ക്ക് ഒട്ടും വണ്ണമില്ല. വാസുദേവൻ നായർ വാസു എന്നാണ് വിളിക്കുന്നത്. നൂൽ വാസു അല്ലെങ്കിൽ നൂൽ മാസ്റ്റർ എന്നൊക്കെ ബഷീർ വിളിച്ചുകൊണ്ടിരുന്ന MD-യാണ്. MD മാതൃഭൂമി പ്രസിദ്ധീകരണത്തിൽ നിന്നൊക്കെ മാറിയതിനു ശേഷം സുഹൃത്തുക്കളുടെ എല്ലാം കൂടെ ചേർന്ന് അദ്ദേഹം ഒരു പ്രസിദ്ധീകരണ സ്ഥാപനം തുടങ്ങി. ക്ലാസിക് ബുക്ക് സ്റ്റാൾ എന്നാണ് അതിന് പേരിട്ടത്. ഒരൊറ്റ തീരുമാനം അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. ക്ലാസിക് ബുക്ക് സ്റ്റാളിന്റെ ആദ്യത്തെ പുസ്തകം ബഷീറിൻ്റെതായിരിക്കണം. ബഷീറിന്റെ പഴയ ഒരു പ്രണയ ഓർമ്മകളെല്ലാം അദ്ദേഹം ഒരു ഡയറിയിൽ എഴുതിയിരുന്നു. അതെല്ലാം കൂടെ ചേർത്ത് ചില മാറ്റങ്ങളൊക്കെ വരുത്തി ബഷീർ അതിനെ ഒരു പുസ്തകമാക്കി. എന്നിട്ട് കാമുകന്റെ ഡയറി എന്നൊരു പേര് വിട്ടു. പക്ഷെ പുസ്തകം അടിച്ചുകൊണ്ടിരുന്നപ്പോൾ ബഷീറിന് തോന്നിയത് MD-ക്ക് തോന്നി പേരത്ര പോരാ. അങ്ങനെ MD ആ പേരൊന്ന് മാറ്റി. ആ പേരിലാണ് ആ പുസ്തകം എന്ന് അറിയപ്പെടുന്നത്. ഏതാ?
അനുരാഗത്തിന്റെ ദിനം. അനുരാഗത്തിന്റെ ദിനങ്ങൾ. ശരിയായ ഉത്തരവാണ്. അനുരാഗത്തിന്റെ ദിനങ്ങൾ കറക്റ്റ്. ഓക്കെ. ബഷീറിനെ കിട്ടാനില്ല. ബഷീറിനെ പോലെ തന്നെ തമാശ കലർത്തി എഴുതി മലയാളത്തിന്റെ പ്രിയപ്പെട്ട സാഹിത്യകാരനായി മാറിയ ഒരു വ്യക്തി ബഷീറിനെ കുറിച്ച് എഴുതിയ ഒരു കഥയാണ് ബഷീറിനെ കിട്ടാനില്ല. ആരാ? VKN. ശരിയായ ഉത്തരം കൃത്യമാണ്. VKN ആണ് അങ്ങനെ എഴുതിയത്. അടുത്ത ചോദ്യം പാത്തുവിനോടാണ്. തയ്യാറാണോ? പാത്തു ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. കുന്ദൻലാൽ സൈഗാൾ ഒരാളുടെ പേരാണ്. കുന്ദൻലാൽ സൈഗാൾ. എന്താണ് അദ്ദേഹത്തിന് ബഷീറുമായിട്ടുള്ള കണക്ഷൻ? ഇനി കണക്ഷൻ ഒരു പാട്ട് പാടി ബഷീർ എപ്പോഴും കേൾക്കുന്ന പാട്ട് ആരുടെയായിരുന്നു? ഏതായിരുന്നു? സോജ രാജകുമാരി. ഏതാ? സോജ രാജകുമാരി. ബഷീർ മാംഗോസ്റ്റിന്റെ ചുവട്ടിൽ കയ്യിലൊരു സുലൈമാനിയുമായിട്ട് ആ ചാരുകസേരയിൽ കിടന്ന് ഗ്രാമഫോണിൽ കേൾക്കുന്ന പാട്ടാണ് സോജ രാജകുമാരി. അത് ഒറിജിനലി പാടിയിരിക്കുന്നയാളാണ് കുന്ദൻലാൽ സൈഗാൾ. ഗ്രാമഫോണിന് സ്വനഗ്രാഹി എന്നൊരു പേരുണ്ട്. എന്താ? സ്വനഗ്രാഹി എന്നാണ് മലയാളം. എങ്കിൽ ഞാനൊരു കവിതയുടെ ഒരു വരിയല്ല, ബഷീർ മരിച്ചതിന് ശേഷം വന്നൊരു കവിതയാണ്. ആരോ എഴുതിയതാണ്. സ്വനഗ്രാഹിയിൽ അശരീരിയായി പാടും സൈഗാൾ, ഇനി നീ ഉറക്കണ്ട നിൻ രാജകുമാരിയെ. ഒന്നുകൂടെ പറയാം. സ്വനഗ്രാഹിയിൽ അശരീരിയായി പാടും സൈഗാൾ, ഇനി നീ ഉറക്കണ്ട നിൻ രാജകുമാരിയെ. ബഷീറിന്റെ മരണശേഷം വന്നൊരു കവിത. ആരാണെന്ന് ചോദിച്ചേ? അഴീക്കോട് കവിത എഴുതില്ല. ഓക്കെ. ONV കുറുപ്പാണ്. ONV കുറുപ്പിന്റെ എന്റെ ബഷീറിന്റെ ഒരു കവിതയുണ്ട്. ഇതല്ല, സോജ എന്നാണ് ഈ കവിതയുടെ പേര് കേട്ടോ. അഴീക്കോട് ബഷീറിന്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു. അതായത് VK ശ്രീരാമൻ, നമ്മുടെ സിനിമകളിലൊക്കെ അഭിനയിക്കുന്നില്ലേ, അദ്ദേഹം ഒരു ദിവസം ആദ്യമായിട്ട് ബഷീറിനെ കാണാൻ പോകുമ്പോൾ ബഷീറിന്റെ അടുക്ക് പോയി നിൽക്കുക. അപ്പോൾ ഒരു തെങ്ങിന്റെ ചോട്ടിലാണ് നിൽക്കുന്നത്. അതിൽ ഉണങ്ങിയ ഒരു തേങ്ങ കിടപ്പുണ്ട്. അപ്പോൾ ബഷീർ പറയുന്ന കാര്യം VK ശ്രീരാമൻ എപ്പോഴും ഓർമ്മിച്ച് പറയും. അതെ, ആ തെങ്ങിന്റെ ചോട്ടിൽ നിന്ന് മാറി നിന്നു, അതിലൊരു ഉണങ്ങിയ തേങ്ങയുണ്ട്, അത് അടുത്ത ആഴ്ച വരുന്ന സുകുമാർ അഴീക്കോടിനെ വെച്ചിരിക്കുന്നതാണ്. അഴീക്കോട് കാറ് മേടിച്ചതിന് ശേഷം ആദ്യം ചെല്ലുന്ന ബഷീറിന്റെ എടുക്കല. എന്നിട്ട് കാറെ കയറി എങ്ങോട്ടോ പോകുമ്പോഴത്തേക്ക് വാ ഞാനൊരു ലിഫ്റ്റ് തരാന്ന് പറയും. അപ്പോൾ ബഷീർ പറയും, ഇല്ല എനിക്ക് പോയിട്ട് ധൃതിയുണ്ട്, ഞാൻ നടന്നോളാം. അതാണ് സുകുമാർ അഴീക്കോടും ബഷീറും തമ്മിലുള്ള ബന്ധം. ഓക്കെ. അതിനകത്തൊരു കാര്യമുണ്ട്. ബഷീറിന്റെ സുകുമാർ അഴീക്കോട് ആത്മകഥ എഴുതിയപ്പോൾ അതിലൊരു അധ്യായം വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചായിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകളെ കുറിച്ചായിരുന്നു. ആ അധ്യായത്തിന്റെ പേരും വളരെ രസമാണ്. യെസ്, അതായിരുന്നു ചോദ്യം. എന്താ? വൈക്കത്തപ്പന്റെ കഥകൾ. അതായത് അഴീക്കോടിനെ സംബന്ധിച്ച് അഴീക്കോട് അവിടെ വൈക്കത്തപ്പൻ എന്ന് വിശേഷിപ്പിച്ചത് മറ്റാരെയല്ല, സാക്ഷാൽ വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ്. എങ്കിൽ അടുത്ത ചോദ്യം. ബീഡി തെറുപ്പ് തൊഴിലാളികളുടെ യൂണിയൻ നേതാവായിരുന്നു അബ്ദുൽ ഖാദർ സാഹിബ്. അബ്ദുൽ ഖാദർ സാഹിബിന് BA കാരിയും സമ്പന്നയും പണക്കാരിയുമായ സുന്ദരിയുമായ ജമീല ബീവിയോട് ഭയങ്കര സ്നേഹം. ഓക്കെ. അങ്ങനെ അബ്ദുൽ ഖാദർ സാഹിബ് ജമീല ബീവിയോട് ആദ്യം സ്നേഹം പറയുന്നത്, നീ എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ ഇടിച്ച് ഞാൻ നിന്റെ എല്ലൊടിക്കുന്ന. ഏതാ കഥ എന്ന് പറയാം? ഏത് കഥയിലാണിത്? ഈ കഥാപാത്രങ്ങൾ വിദ്യ അല്ല, ദിവ്യൻ അല്ല, അത് തെറ്റാണ്. ഒരു ക്ലൂ തരാം. പണക്കാരിയാണ്, സമ്പന്നയാണ്, അതുകൊണ്ട് തന്നെ ഇച്ചിരി പിടിവാശിയൊക്കെ ഉള്ളയാളാണ് ജമീല ബീവി. ബീഡി തൊഴിലാളിപ്പ് സംഘടനയുടെ നേതാവാണ് അബ്ദുൽ ഖാദർ. അതുകൊണ്ട് അബ്ദുൽ ഖാദറിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ കേശവൻ നായരെ പോലൊന്നും അല്ല. എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കണ്ടു കഴിഞ്ഞാൽ ഇച്ചിരി കലിക്കും. യെസ്. ഏതാ? അതെന്താ അങ്ങനെ തോന്നാൻ കാര്യം? ആ പൂവമ്പഴം ചോദിക്കും, അതുകൊണ്ട് വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നത് അവസാനം ഓറഞ്ചാണ്. ഓക്കെ ഓക്കെ, തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം. അപ്പം ബഷീറിന്റെ വീഡിയോസ് ഇവിടെ തീരുന്നില്ല. കൂടുതൽ ചോദ്യങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്ന് നിശാനൊപ്പം.